ഇത് 2 ബോക്സിന് സനിക്ക് നാഗവതിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ? ദേ മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, ചെലങ്കയുടെ മനസ്സിലായ ഫേവറേറ്റ് മൈ ഡ്രീം പെൻസിൽ ബോക്സ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്പൂൺ ആൻഡ് സ്കെച്ച് വിത്ത് അഖീല. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വലിയൊരു വീഡിയോ ഒന്നല്ല, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും ഞാൻ വരച്ച കുറച്ച് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കാണാത്തവരും ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ കണ്ടവരൊക്കെ നല്ല കമൻസ് ഇട്ടിരുന്നു. അങ്ങനെ അത് നമ്മുടെ 1.2 ഒന്നല്ല കേട്ടോ, 1.2K ആയിട്ടുണ്ട്. 1.2 അല്ല, 1.3K അങ്ങാണ്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ടിന് നന്ദി, താങ്ക് യു. നല്ല ഹാപ്പിയാണ് ഞാൻ. ഇനിയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ, അങ്ങനെ കുറേ പേര് ചിത്രങ്ങൾ കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചു. കമൻ്റ് ആയിട്ടൊന്നും അല്ല കേട്ടോ, കമൻസിൽ പോയി നോക്കിയാലും എനിക്കൊന്നും കാണാനൊന്നും പറ്റില്ല. പക്ഷെ പേഴ്സണൽ മെസ്സേജ് ആയിട്ടൊക്കെ കുറേ പേര് ചോദിച്ചു, ഇത് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്, എന്തൊക്കെ പെൻസിൽസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പം ഞാൻ കരുതി എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും ഒക്കെ ഒന്ന് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇതെല്ലാം ഒന്നും ഞാൻ വാങ്ങിയതല്ല കേട്ടോ, ഞാൻ കാണിക്കുന്നത് എല്ലാം ഒന്നും ഞാൻ വാങ്ങിയതല്ല. കുറേ പേര് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ചിത്രം വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആയിട്ട് തരുന്നത് പെൻസിൽസ് ഒക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് ചെറിയ കളക്ഷൻസ് ഉണ്ട് എൻ്റെ അടുത്ത്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാം കേട്ടോ. നിങ്ങൾ ഇത് കണ്ടായിരുന്നോ? ഇത് എനിക്ക് സ്കൂളിൽ നിന്ന് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. നല്ല രസമല്ലേ? അതായത് എൻ്റെ പേരുണ്ട് കേട്ടോ, ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. എനിക്കിത് കിട്ടിയപ്പോൾ എന്താ ഓർമ്മ വന്നതെന്ന് അറിയോ? ഞാൻ 10ലും 9ലൊക്കെ പഠിക്കുമ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ലേ, പേപ്പർ വെച്ചിട്ട് കമ്മലുണ്ടാക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സിനൊക്കെ കൊടുക്കുമായിരുന്നല്ലോ, പേപ്പർ കമ്മലൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമായിരുന്നു. അപ്പം എനിക്കത് ഓർമ്മ വന്ന് ഇങ്ങനെ ഉണ്ടാക്കി തന്നപ്പോൾ. എനിവേ, നമ്മൾ പെൻസിൽസ് കാണിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പെൻസിൽ ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആ ബോക്സിൽ ഉണ്ടായിരുന്ന പെൻസിൽസ്. ഞാൻ എല്ലാം പുറത്തെടുത്തിട്ടില്ല. ഈ പെൻസിൽസ് ഒക്കെയാണ് കേട്ടോ. ഈ പെൻസിലാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത പെൻസിൽ കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. ഏട്ടൻ വാങ്ങി തന്നതാണ്, എറണാകുളത്ത് നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഇത് ഭയങ്കര സുഖമാണ് യൂസ് ചെയ്യാൻ. ഇത് 2 സൈഡഡ് ആണ്, 2 സൈഡിൽ 2 കളറായിട്ടുള്ള പെൻസിലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെൻസിൽസ് വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് ഒടിഞ്ഞു പോവാതെ നോക്കുന്നത്. നമ്മൾ ഷാർപ്പൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോവാതെ നോക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, ഞാൻ എത്ര ഇങ്ങനെ ആക്കിയാലും പൊട്ടില്ല. നമ്മൾ എത്ര ബലം കൊടുത്ത് വരച്ചാലും നമുക്ക് ഇതിൻ്റെ മുന പൊട്ടില്ല. അങ്ങനത്തെ പെൻസിൽ നോക്കി വാങ്ങണം. പിന്നെ ഇത് ഭയങ്കര തിന്നായിട്ടുള്ള പെൻസിലാണ്, നല്ല വണ്ണം ഇല്ലാത്ത പെൻസിലാണ്. അപ്പോൾ വരയ്ക്കാനും സുഖമുണ്ടായിരിക്കും. ഇനി കാണിക്കാൻ പോകുന്ന പെൻസിലും ഒരാൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നതാണ്. ഇത് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരാൾ തന്നതാണ് കേട്ടോ, ഷൈജു ഏട്ടൻ തന്നതാണ് ഈ പെൻസിൽ എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ ഞാൻ വരയ്ക്കുന്നു പറഞ്ഞപ്പോൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമാരെങ്കിലും നമുക്ക്. അപ്പോൾ എനിക്ക് കൊടുക്കുന്നതാണ് പെൻസിൽസ്. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. തക്കാൻ പറ്റില്ല. ഇത് 48 കളേഴ്സാണ്. ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് റോക്കോ കളേഴ്സ് പെൻസിൽ എന്നാണ് കേട്ടോ. ഇതും നല്ല പെൻസിലാണ്. പക്ഷേ ഈ പെൻസിലുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ഉരുണ്ട പെൻസിലല്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പെൻസിൽ, ഞാൻ കംഫർട്ടായിട്ടുള്ളത് ആ ഉരുണ്ട പെൻസിലാണ് കേട്ടോ. അത് എൻ്റെ ആണോ എന്നറിയില്ല, ചിലപ്പോൾ ചിലർക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ സുഖം ഉണ്ടായിരിക്കും. പക്ഷേ ഇത് നല്ല കളറ് വരും. കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ, കുറേ ഷെയ്ഡ്സ് ഉണ്ട് ഇതിൽ. 48 കളർ. ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ മോനെ പൊട്ടിപ്പോവില്ല പെട്ടെന്ന്, അതാണ്, അത് നല്ല കാര്യമാണ്. വേറൊരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാം, പെട്ടെന്ന് മോനെ പൊട്ടിപ്പോകുന്ന ഒരു ഈ പെൻസിൽ കണ്ടോ, നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ പൊട്ടിപ്പോയി അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോവും, നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. നല്ല പെൻസിലാണ്. അടുത്തതും എനിക്ക് ഗിഫ്റ്റായി കിട്ടിയ പെൻസിൽസാണ്. കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേക്ക് ഇവിടുന്ന് എനിക്ക് ഗിഫ്റ്റായി കിട്ടിയതാണ്. അൽക്ക ചേച്ചി വാങ്ങി തന്ന, എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ ട്രിപ്പ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും അൽക്ക ചേച്ചീനെ. അതുപോലെ അൽക്ക ചേച്ചിക്ക് ഞാനൊരു പിക്ചർ വരച്ചു കൊടുത്തിരുന്നു. അൽക്ക ചേച്ചിയുടെ കൊച്ചിൻ്റെ ഒരു ചിത്രം വരച്ചു കൊടുത്തായിരുന്നു. ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ആണ്
അല്ല, വെറുതെ വരച്ചതുകൊണ്ട്, ബർത്ത്ഡേക്കല്ല, വെറുതെ വരച്ചതാണ്. വെറുതെ ഇരിക്കുമ്പോൾ വരച്ചതാണ് അൽക്ക ചേച്ചിയുടെയും കൊച്ചിൻ്റെയും ഫോട്ടോ. അപ്പോൾ എൻ്റെ വര ഇഷ്ടമായിട്ട് അൽക്ക ചേച്ചി എനിക്ക് പെൻസിൽസ് ഗിഫ്റ്റ് ചെയ്തു. അതായത് കളേഴ്സും അതുപോലെ തന്നെ വേറെ 24 കളേഴ്സുള്ള വേറൊരു സെറ്റും എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്. സ്കിൻ കളേഴ്സിന് 2 പാക്കറ്റ് എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് പെർഫെക്റ്റ് ഫോർ പോർട്രേറ്റ്സ്, വെൽവെറ്റി സ്മൂത്ത് തിക്ക് 6mm കോർ, ഹെക്സഗണൽ ബോഡി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഹെക്സഗണൽ ബോഡി എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് ഹെക്സഗണൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഹെക്സഗണൽ ആവുമ്പോൾ ഇതിൻ്റെ പുറം മൊത്തം ഒരു കൊത്ത് പോലെ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ ഞാൻ പറയുന്നത്? മറ്റേതാവുമ്പോൾ ഉരുണ്ടിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അതിലാണ് ഞാൻ കംഫർട്ടായിട്ടുള്ളത്. ഇത് ഒരു തടിയുള്ള ഒരു പെൻസിൽ, അപ്പോൾ പിടിക്കാനും സുഖമായിരിക്കില്ല. അതാണ് ഞാൻ 2 പെൻസിലിൻ്റെയും ഡിഫറൻസ് പറഞ്ഞു കേട്ടോ. പക്ഷേ ഇതിൽ സ്കിൻ കളർ ഇത് യൂസ് ചെയ്താൽ മതി. നമുക്ക് എല്ലാ ഷെയ്ഡ്സും ഉണ്ടായിരിക്കും സ്കിന്നിൻ്റെ. മറ്റേത് ഞാൻ കുറേ യെല്ലോ, പിങ്ക്, ബ്രൗൺ ഒക്കെ മിക്സ് ചെയ്താണ് സ്കിൻ കളേഴ്സ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈസിയാണ്. പക്ഷേ ഈ 2 സെറ്റ് വാങ്ങി തന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ 24 കളേഴ്സുള്ള ഈ സെറ്റാണ് കേട്ടോ. ഇതും അൽക്ക ചേച്ചി വാങ്ങി തന്ന തന്നെയാണ്, ഗിഫ്റ്റായിട്ട് വാങ്ങി തന്നതാണ്. ഇത് ബ്രിസ്ട്രോ കളർ പെൻസിൽസ്. അപ്പോൾ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് പെൻസിൽ ബോക്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉരുണ്ട പെൻസിൽസ് ആണ്, അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് പെൻസിൽസ് ആണ്. ഇതും എറണാകുളത്ത് നിന്ന് വാങ്ങിയതാണ്. നേരത്തെ ഏട്ടൻ വാങ്ങി തന്നത് എന്ന് പറഞ്ഞില്ല, അതും എറണാകുളത്ത് നിന്നാണ്. അപ്പം രണ്ടും ഒരേ ബ്രാൻഡാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കാരണം അതിൻ്റെ പാക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആ പെൻസിലും തീർന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഏത് ബ്രാൻഡാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇതെന്ന് പറയുന്നത് ബ്രിസ്ട്രോ ബ്രാൻഡ്. ഞാനിത് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കറക്റ്റ് ഉരുണ്ട പെൻസിൽസ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇതിങ്ങനെ ഉരുണ്ട് പോകും. നല്ല സുഖമായിരിക്കും കേട്ടോ ഇതുകൊണ്ട് വരയ്ക്കാൻ. നിങ്ങൾക്ക് ഒരു പെൻസിൽ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് എല്ലാവരുടെയും കംഫർട്ട് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. എൻ്റെ കംഫർട്ടാണ് ഞാൻ പറയുന്നത്. ഉരുണ്ട പെൻസിൽസ് എനിക്ക് നല്ല സുഖമാണ് വരയ്ക്കാൻ. ചിലർക്ക് ഇങ്ങനെ ഗ്രിപ്പുള്ള പെൻസിലായിരിക്കും, നല്ലതായിട്ട് തോന്നുക. പക്ഷേ നമ്മൾ ഷാർപ്പൻ ചെയ്യുമ്പോൾ ഉരുണ്ട പെൻസിൽസ് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത് പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ് ഈ ഗ്രിപ്പുള്ള പെൻസിലാവുമ്പോൾ. അപ്പോൾ ഈ പെൻസിൽ കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ ബാക്ക് ഇത് റൗണ്ട് ആവുമ്പോൾ നമ്മുടെ പെൻസിലും ഉരുണ്ടിട്ടായിരിക്കും. മറ്റേത് ഹെക്സഗണലാവുമ്പോൾ അത് ഗ്രിപ്പുള്ളതായിരിക്കും, വണ്ണമുള്ളതായിരിക്കും. പക്ഷേ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു, ഇതിൽ 24 ഷെയ്ഡ്സ് ആണുള്ളത്. ഷെയ്ഡ്സ് കുറവാണ്, അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ഈ പെൻസിലിൽ 48 ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ കുറേ കളേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷേ കട്ടിയുള്ള പെൻസിലാണ്. ഇതാണെങ്കിൽ ഉരുണ്ട പെൻസിലാണ്. ഇത് കംഫർട്ട്, ഇത് കൂടുതൽ ഷെയ്ഡ്സ്. നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം ഇതിൽ കുറച്ച് ഷെയ്ഡ്സേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് കളേഴ്സ് വേണ്ടിയിരിക്കും. ഡാർക്ക് ഗ്രീന്, ലൈറ്റ് ഗ്രീന്, പിങ്ക്, റെഡ്, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കളേഴ്സ് വേണ്ടിയിരിക്കും. അപ്പോൾ അവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കില്ല, കുറേ ഷെയ്ഡ്സ് ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഇത് നല്ല കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കായിട്ട് ഞാൻ തന്നെ വാങ്ങിയിട്ടുള്ള കുറച്ച് പെൻസിൽസ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ ഇവിടുന്ന് വാങ്ങിയത് ഞാൻ പൗണ്ട്ലാൻഡിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 4.5 പൗണ്ടാണ്, അതായത് 450 രൂപ. ഇപ്പം ഞാൻ കാണിച്ചതൊക്കെ അത്യാവശ്യം റേറ്റുള്ള പെൻസിൽസ് ആണ്. ഗൾഫിൽ നിന്ന് കൊടുക്കുന്നതാണെങ്കിലും എറണാകുളത്ത് നിന്ന് കൊടുക്കുന്നതാണെങ്കിലും അത്യാവശ്യം റേറ്റുള്ള പെൻസിൽസ് ആണ്. ഇത് ഞാൻ 4.5 പൗണ്ട് എന്ന് പറയുമ്പോൾ 450 രൂപയ്ക്ക് കുറേ ഷെയ്ഡ്സും ഉണ്ട്, 48 ഷെയ്ഡ്സും ഉണ്ട്. അങ്ങനെ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാട്ടോ. അപ്പോൾ ഇത് 2 ബോക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, പൊട്ടിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ വിലയ്ക്ക് ഇത്രയും ഷെയ്ഡ്സ് കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും നോക്കിയിട്ടില്ല, കാരണം ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ജസ്റ്റ് പൊട്ടിച്ച് നോക്കിയിട്ടേ ഉള്ളൂ, യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല രസമല്ലേ കാണാൻ? കുറേ ഷെയ്ഡ്സ് ഉണ്ട് കണ്ടോ. ഈ ഒരു ഗ്രീൻ ഒന്നും എൻ്റെ അടുത്തില്ലാത്ത കളറാണ്. ഈ ഒരു ഗ്രീൻ കണ്ടോ, കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഇപ്പം ഗ്രീനിൻ്റെ തന്നെ എല്ലാ ഷെയ്ഡ്സും ഉണ്ട് കേട്ടോ, കണ്ടോ. അതുകൊണ്ട് വാങ്ങിയതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹെക്സഗണൽ ഉരുണ്ട പെൻസിൽ അല്ല, ഗ്രിപ്പുള്ള പെൻസിലാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാകുമോ എന്ന് തോന്നിയാൽ എനിക്കറിയില്ല. പക്ഷേ ഷെയ്ഡുകൾ എല്ലാ ഷെയ്ഡ്സും ഉണ്ട്, ലൈറ്റ് ഡാർക്ക് എല്ലാ കളേഴ്സും ഉണ്ട്, അതുകൊണ്ട് നല്ലതായിരിക്കും. ഇനി നമുക്ക് കാണാൻ പോകുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്
ഡ്രീം പെൻസിൽ ബോക്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രീം പെൻസിൽ ബോക്സ് എന്ന് പറയുന്നത്. ഇത് ഞാൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഓപ്പൺ ചെയ്ത് എന്താണ് എൻ്റെ ഫേവറേറ്റ് ആവാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ 68 ഷെയ്ഡ്സ് ഉണ്ട് ഇതിൽ. പിന്നെ അതുപോലെ തന്നെ മെയിൻ കാര്യം ഉരുണ്ട പെൻസിൽസ് ആണ്. അപ്പം അതിൻ്റെ 2 കാര്യങ്ങളും കറക്റ്റായി വന്നിട്ടുള്ള പെൻസിൽ ബോക്സ് ആണിത്. ഇങ്ങനെ വേണമെങ്കിൽ തുറക്കാം, പോവില്ല. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? ഇങ്ങനെ വേണമെങ്കിൽ തുറക്കാം, എങ്ങനെ വേണമെങ്കിലും തുറക്കാം. അതായത് നമ്മൾ ഓരോരുത്തർ ഇരുന്ന് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സേഫാണ്. എങ്ങനെ പിടിച്ചാലും ഇത് സേഫാണ്. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പെൻസിൽ ബോക്സ്. അപ്പോൾ നമ്മുടെ പെൻസിൽസിൻ്റെ കളക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പെയിൻറ്റ് കാണാം. പെയിൻറ്റ് മീൻസ് അക്രിലിക് പെയിൻറ്റ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ പെയിൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. കണ്ടോ? അക്രിലിക് പെയിൻറ്റ്സ് ആണ് കേട്ടോ. ചെറിയ ട്യൂബ്സ് ആയിരിക്കും. ഇത് നമ്മൾ പൗണ്ട് ലാൻഡിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്. 1 പൗണ്ടോ 2 പൗണ്ടോ അങ്ങനെ എന്തോ ഉള്ളൂ. ഇത് കുറച്ചേ ഉള്ളൂ. ഇതിൽ കുറേ കളക്ഷൻസ് ഒന്നുമില്ല. ഞാൻ അധികം ഇത് വെച്ചിട്ട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് ഇത് വരയ്ക്കാറില്ല. അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ ഈ ഒരു ബോക്സ്. കണ്ടോ? ഇത്രയേ ഉള്ളൂ. പിന്നെ അതിന് വേണ്ട ബ്രഷുകൾ, അതും നമ്മൾ പൗണ്ട് ലാൻഡിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്. ചെറിയ ബ്രഷുകൾ കണ്ടോ? ഇത്രയൊക്കെ ഞാൻ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പെയിൻറ്റ് ബോക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പെൻസിൽ കളക്ഷൻ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.